ഡൽഹിയിലേക്കാണ്. അവിടെ മാളവ്യ നഗറിലാണ് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായി. 21 പേർ മരിച്ചത്. ലെമൺ ഗ്രീൻ എന്ന ഹോട്ടലിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. അവിടെ വിദേശികളാണ് ഭൂരിഭാഗം പേരും താമസിച്ചുകൊണ്ടിരുന്നത് എന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും അർജുൻ പീതാംബരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, നമുക്കിപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി, ആ തീപിടുത്തത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ നിന്നും പലരും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവിടെ ആ കെട്ടിടത്തിൽ നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ സ്ഥിതി എന്താണ് അർജുൻ? പ്രജൻ, ഈ പരിസരം മുഴുവനായിട്ടും ഇപ്പോൾ എന്തായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വലയത്തിലാണെന്ന് പറയാൻ സാധിക്കും. അതായത് പൊതുജനങ്ങൾക്കോ മറ്റു മാധ്യമപ്രവർത്തകർക്കോ ഒന്നും തന്നെ ഈ തീപിടുത്തം പ്രവേശനം ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫയർഫോഴ്സിന്റെ വാഹനം അവിടെ നിൽക്കുന്നത് കാണാം. അതിൽ നിന്നും വലത്തു ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്നത്. ആ ഒരു ഹോട്ടൽ എന്തായാലും പൂർണ്ണമായും അഗ്നിക്കിരയായിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോഴെന്തായാലും ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മാത്രമല്ല, ഡൽഹി പോലീസ് കൂടി ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൽഹി പോലീസിന്റെ കൂടി പരിശോധനയാണ് ഇപ്പോഴെന്തായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പരിശോധന. ഒന്ന്, അകത്ത് ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട്. അതിനുള്ള സാധ്യത കുറവാണെന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം നേരത്തെ ഈ ജനപ്രതിനിധികളുടെ പ്രതികരണം അനുസരിച്ച് ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായത്. എന്നാൽ അതിലൊരു സ്ഥിരീകരണം നടത്താൻ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും അന്വേഷണം വേണം. ആ ഒരു അന്വേഷണം കൂടി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ. ഒപ്പം തന്നെ പരിസരത്ത് മറ്റേതെങ്കിലും തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അടക്കം ഇപ്പോൾ തുടരുകയാണ്. അർജുൻ, അവിടെ തുടരുക, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.